എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അടുത്ത ക്ലാസ് ആണ്. അപ്പൊ ഫംഗ്ഷന്റെ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ട് അതിന്റെ തുടർച്ചയായിട്ട് കണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും മനസ്സിലാവൂ. അപ്പം അത് കാണാതെ ഇതാണ് ആദ്യമായി നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അത് കാണുക, എന്നിട്ട് അതിന്റെ തുടർച്ചയായിട്ട് ഈ ക്ലാസ് കാണുക. ഫംഗ്ഷൻ എന്താണ്, പാരാമീറ്റർ എന്താണ്, ആർഗ്യുമെന്റ് എന്താണ് എന്നൊക്കെ മനസ്സിലായെങ്കിൽ മാത്രമേ ഈ ക്ലാസ്സിനകത്ത് പറയുന്ന ഓരോ ടേമുകളും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും അത് കാണുക, കണ്ടിട്ട് ഈ ക്ലാസ് കാണുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ മെറ്റീരിയൽസും പഠിക്കാൻ ആവശ്യമായ കണ്ടന്റുകളും ഒക്കെ ആയിരിക്കും ഈ ചാനലിലൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നോട്ടിഫിക്കേഷനിലേക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ ബോർഡിലോട്ട് ഓക്കെ. സ്ട്രിംഗ് ഫംഗ്ഷൻസ് അല്ലെ. എന്താണ് സ്ട്രിംഗ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ലെറ്റേഴ്സ് ആവാം, ഡിജിറ്റ്സ് ആവാം, സിംബലുകളാവാം. നമ്മുടെ കീബോർഡിൽ കാണുന്ന ലെറ്റേഴ്സും ഡിജിറ്റ്സും സിംബലും ഒക്കെ ഇല്ലേ, അതിനെ ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന വാക്കുകളെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെ വിളിക്കുന്നവരാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആ സെന്റൻസ് വായിക്കാൻ കഴിഞ്ഞാൽ ഓരോ സെന്റൻസ്, ആ സെന്റൻസിൽ ഓരോ വാക്കുകളെ നമുക്ക് സ്ട്രിംഗ് എന്ന് വിളിക്കാം. നിങ്ങളുടെ പേര് സ്ട്രിംഗ് എന്ന് വിളിക്കാം അല്ലെ. അതേപോലെ തന്നെ എന്താ പറയുന്നത്, വെൽക്കം എന്ന് പറയുന്ന ഒരു വാക്ക്, നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര് കേരള, ഇതെല്ലാം സ്ട്രിംഗ് ആണ്. കാര്യം കുറെ അക്ഷരങ്ങൾ കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമല്ലേ, അല്ലെങ്കിൽ ഒരു വാക്കല്ലേ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. അക്ഷരങ്ങൾ മാത്രമല്ല കേട്ടോ, ചിഹ്നങ്ങളും കൂട്ടി യോജിപ്പിച്ച് ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇതിനെ നമുക്ക് സ്ട്രിംഗ് എന്ന് വിളിക്കാം. സ്റ്റാർ, ഹാഷ്, പ്ലസ്. മനസ്സിലാകുന്നുണ്ടോ? ഡബിൾ ഇൻവെർട്ടർ കോമയിൽ എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. C++ന്റെ റൂൾ അനുസരിച്ച് ഡബിൾ ഇൻവെർട്ടർ കോമയിൽ എഴുതിയിരിക്കുന്ന ഏത് ക്യാരക്ടറിന്റെ കോമ്പിനേഷനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ട്രിങ്ങിനകത്ത് ചെയ്യാൻ പറ്റുന്ന കുറെ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ് സ്ട്രിംഗ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ കാണുന്ന നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ സ്ട്രിംഗ് ഫംഗ്ഷൻസ് ആണ്. അത് മാത്രമല്ല നമ്മൾ മാത്ത് ഫംഗ്ഷൻസ് കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, നേരത്തെ ക്ലാസ് കണ്ടിട്ടേ വരാവും, എങ്കിലേ മനസ്സിലാവും. ആ സെന്റൻസ് ഉണ്ടോ, സി സ്ട്രിംഗ്. ഈ ഹെഡർ ഫയൽ നോക്കി, സി സ്ട്രിംഗ് എന്ന് പറയുന്ന ഹെഡർ ഫയൽ. അപ്പൊ ചോദിക്കും, സ്ട്രിംഗ് ഫംഗ്ഷൻസ് വർക്ക് ചെയ്യണമെങ്കിൽ, നമ്മൾ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എങ്കിൽ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഹെഡർ ഫയൽ ഏതാണ്, അല്ലെങ്കിൽ സ്ട്രിംഗ് ഫംഗ്ഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഹെഡർ ഫയൽ ഏതാണ് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സി സ്ട്രിംഗ് എന്ന് എഴുതണം. മനസ്സിലാകുന്നുണ്ടോ? സി സ്ട്രിംഗ് എന്ന് എഴുതണം. ഓരോ ഫംഗ്ഷൻസിനും അതിൻ്റെതായ ഹെഡർ ഫയലുകളുണ്ട്. അപ്പൊ ഈ താഴെ പറയുന്ന ഇത്രയും ഫംഗ്ഷൻസ്, ഈ താഴെ പറയുന്ന ഈ 5 ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഗ്രാമിനകത്ത് ഹാഷ് ഇൻക്ലൂഡ് എന്നും പറഞ്ഞ് നിങ്ങൾ എന്ത് എഴുതിയിരിക്കണം? ഈ സി സ്ട്രിംഗ് എന്ന് എഴുതിയിരിക്കണം. ഓക്കെ ആണല്ലോ. നമുക്ക് ഓരോ ഫംഗ്ഷൻസ് എടുത്ത് നോക്കാം. ആദ്യത്തെ ഫംഗ്ഷനാണ് strlen എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെ. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന str എന്ന് വെച്ചാൽ വാക്കിൽ തന്നെ ഉണ്ടല്ലേ. str എന്ന് വെച്ചാൽ സ്ട്രിംഗ്, len എന്ന് വെച്ചാൽ ലെങ്ത്. സ്ട്രിങ്ങിന്റെ നീളം കണ്ടുപിടിക്കാം. ഒരു വാക്കിന്റെ നീളം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വാക്കിന്റെ നീളം സെന്റിമീറ്ററിലാണോ കണ്ടുപിടിക്കുന്നത്? അല്ല. വാക്കിന്റെ നീളം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ വാക്കിനകത്തുള്ള ലെറ്ററുകളുടെ എണ്ണമാണ്. അങ്ങനെ നമുക്ക് പ്രോഗ്രാമിനകത്ത് ഏതെങ്കിലും സെന്റൻസിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്കിന്റെ നീളം കണ്ടുപിടിക്കണമെങ്കിൽ, ലെങ്ത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അതിനകത്തുള്ള ക്യാരക്ടറുകളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കുവാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് strlen. അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ സിന്റാക്സ് നോക്കി. അതിന്റെ സിന്റാക്സ് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഇന്റ് strlen ബ്രാക്കറ്റിൽ സ്ട്രിംഗ്. അപ്പം ഈ ഫംഗ്ഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാമെങ്കിൽ, ഈ ഫംഗ്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, ഈ ഫംഗ്ഷൻ നെയിം ആണ് strlen. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫംഗ്ഷന്റെ നെയിം ആണ് strlen. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡാറ്റ ടൈപ്പ് എഴുതിയിരിക്കുന്നുണ്ടോ, ഇന്റ്. ഒരു ഫംഗ്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ ഡാറ്റ ടൈപ്പ് എഴുതുന്നുണ്ട് എങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? നേരത്തെ ക്ലാസ് കണ്ടവർക്കറിയാം. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഒരു ക്രിയ ചെയ്തിട്ട്, ഒരു ജോലി ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് പുറത്തേക്ക് നൽകുന്നു. അതായത് ഈ ഫംഗ്ഷൻ ഒരു വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നു എന്നാണ് അതിന്റെ മീനിങ്. ഡാറ്റ ടൈപ്പ് എഴുതുന്നുണ്ടെങ്കിൽ, ഒന്നും എഴുതുന്നില്ലെങ്കിൽ ആ ഫംഗ്ഷൻ ഒരു വാല്യൂവിനെയും തിരിച്ചു നൽകുന്നില്ല, റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇവിടെ ഇന്റ് എന്ന് കിടന്നാൽ അതിന്റെ മീനിങ് എന്താണ്? ഈ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. എന്ത് ടൈപ്പ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്? ഇന്റീജർ ടൈപ്പ്. അതായത് ഒരു നമ്പർ ആയിരിക്കും ഈ ഫംഗ്ഷൻ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് തിരിച്ചു നൽകുന്നത്. ഈ ഫംഗ്ഷന്റെ ബ്രാക്കറ്റിനകത്ത് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്നവരാണ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഫംഗ്ഷൻ അകത്തേക്ക് നമ്മൾ എന്തെങ്കിലും വാല്യൂ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആർഗ്യുമെന്റ്, പാരാമീറ്റർ. മുമ്പത്തെ ക്ലാസ് കാണണേ, വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുമെങ്കിൽ ഇതൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആർഗ്യുമെന്റ് എന്താണ്, പാരാമീറ്റർ എന്താണ്.
നമുക്ക് നല്ല ഈ ഒരു എക്സാമ്പിൾ നോക്കി. നല്ല ആദ്യം നല്ല ഒരു അറയാണ്. അറയ്ക്കകത്തേക്ക് നാം വെൽക്കം എന്ന് സ്റ്റോർ ചെയ്യുന്നു അല്ലെ. വെൽക്കം ഒരു സ്ട്രിംഗ് ആണല്ലോ, ഡബിൾ കോട്സിനകത്ത് എഴുതിയിരിക്കുന്നു. എന്നിട്ട് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ട് എന്താണ് ഇൻറ്റു എൻ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ടുണ്ട് എന്നിലേക്ക് ഞാൻ എന്താണ് n ഈസ് ഈക്വൽ ടു strlen. അപ്പൊ n ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതാൻ കാര്യം എന്താണെന്ന് അറിയോ? ഈ strlen എന്ന് പറയുന്ന ഫംഗ്ഷൻ ജോലി ചെയ്തിട്ട് ഒരു വാല്യൂ തിരിച്ചു നൽകുന്നുണ്ട്. ആ തിരിച്ചു നൽകുന്ന വാല്യൂനെ എവിടേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്? എന്നിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. മനസ്സിലാവുന്നത്? അതാണ് n ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നത്. ഒരു ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്നത്, ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നത് ഒരു വേരിയബിൾ നെയിം ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുന്നെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ആ ഫംഗ്ഷനിൽ നിന്നും റിട്ടേൺ ചെയ്യുന്ന വാല്യൂ, തിരിച്ചു നൽകുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്ന എവിടെയായിരിക്കും? ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന വേരിയബിളിനകത്തായിരിക്കും. ഇവിടെ എന്താണ്? n ആണ്. അപ്പൊ n ഈസ് ഈക്വൽ ടു strlen ബ്രാക്കറ്റിൽ str എന്ന് വെച്ചാൽ വെൽക്കം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അറയുടെ പേരാണ് str. വെൽക്കം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫലത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ വെൽക്കത്തെയാണ് എങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നത്? strlen കൊടുക്കുന്നത്. അപ്പൊ strlen എന്ത് ജോലി ചെയ്യും? അതിനകത്തുള്ള ക്യാരക്ടറിൽ എണ്ണും. അപ്പൊ അതിനകത്തുള്ള ക്യാരക്ടറിൽ എണ്ണുമ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7. അപ്പൊ എന്നിലേക്ക് വരുന്ന വാല്യൂ എത്ര ആയിരിക്കും? 7. അപ്പൊ സി ഔട്ട് n എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് എത്ര ആയിരിക്കും? 7 എന്നുള്ളതായിരിക്കും ഇതിന്റെ റിസൾട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സ്ട്രിംഗ് len എന്താണെന്ന് മനസ്സിലായാലും strlen എന്താണ്? ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ്. ആ ഫംഗ്ഷന്റെ ബ്രാക്കറ്റിലേക്ക് ഒരു സ്ട്രിംഗ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിംഗിനകത്തുള്ള ക്യാരക്ടറുടെ എണ്ണം കണ്ടുപിടിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത strcpy കോപ്പി അല്ലെ. കോപ്പി ചെയ്യുക. ഒരു സ്ട്രിങ്ങിനെ വേറൊരു അറയിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്ന് പറയുന്നത് strcpy. കോപ്പി എന്നാണ് മെയിൻ യൂസ് അല്ലെ. ഇവിടെ നോക്കി നമുക്ക് സാധാരണ ഇപ്പോൾ സാധാരണ ഒരു നമ്പർ ആയിരുന്നെങ്കിൽ, ഇപ്പം 10 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്, അത് ഞാൻ എയിലേക്ക് സ്റ്റോർ ചെയ്തു എന്ന് വിചാരിക്കുക. 10 എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ എയിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എയുടെ വാല്യൂ എനിക്ക് ബിയിലേക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതിയാൽ മതി. ബി ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലെ ആ 10 എന്ന് പറയുന്ന വാല്യൂ എന്തിലേക്ക് സ്റ്റോർ ആവും? ബിയിലേക്കും കൂടെ നമുക്കൊരു കോപ്പി കൊടുക്കാൻ പറ്റും. എയിലെ വാല്യൂന്റെ ഒരു കോപ്പി ബിയിലേക്കും കൂടെ സ്റ്റോർ ആവും. പക്ഷേ സ്ട്രിങ്ങിന്റെ കേസിൽ നമുക്ക് അങ്ങനെ ഈക്വൽ ടു ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്ട്രിങ്ങിന്റെ വാല്യൂ മറ്റൊരു സ്ട്രിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു അറയിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് ഈക്വൽ ടു ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് strcpy എന്ന് പറയുന്ന ഫംഗ്ഷൻ. The function will copy string 2 to string. അതായത് രണ്ടാമത് കിടക്കുന്ന സ്ട്രിങ്ങിനെ ഒന്നാമതിലേക്ക് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലാകുന്നതോ? രണ്ടാമത് കിടക്കുന്ന സ്ട്രിങ്ങിനെ എന്ത് ചെയ്യുന്നത്? ഒന്നാമത്തെ വേരിയബിളിലേക്ക് എന്താ ചെയ്യുന്നത്? കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. നോക്കിയേ, ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ട് അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, S1 S2. എന്നിട്ട് S2ൽ ഞാൻ വെൽക്കം ഒന്ന് സ്റ്റോർ ചെയ്യുന്നു, S1ൽ ഞാൻ ഒന്നും സ്റ്റോർ ചെയ്യുന്നില്ല. മനസ്സിലാവുന്നത്? രണ്ട് അറയുണ്ട്, S1 S2. S2ലേക്ക് ഞാൻ വെൽക്കം ഒന്ന് സ്റ്റോർ ചെയ്യുന്നു, S1ൽ ഞാൻ ഒന്നും സ്റ്റോർ ചെയ്യുന്നില്ല. എന്നിട്ട് ഞാൻ strcpy വഴി എന്താ ചെയ്തിരിക്കുന്നത്? കണ്ടോ, ഇതിനെ ഞാൻ S1ലേക്ക് കോപ്പി ചെയ്തു. ഇനി ഞാൻ cout S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? വെൽക്കം എന്നായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. വെൽക്കം എന്നായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഇനി ഈ ഫംഗ്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇത് വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി അല്ലേ? ലെഫ്റ്റ് സൈഡിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. രണ്ട് ആർഗ്യുമെന്റ് ഉണ്ട്, S1 S2. രണ്ട് സ്ട്രിംഗ് ആണ് ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ പാസ് ചെയ്യുന്നു. അപ്പൊ എന്താ? രണ്ടാമത്തെ ആർഗ്യുമെന്റിനെ ഒന്നാമത്തെ ആർഗ്യുമെന്റിലേക്ക് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ S2ൽ കിടന്ന വെൽക്കം എങ്ങോട്ട് വരും? S1ലേക്ക് വരും. S2ൽ കിടന്ന വെൽക്കം S2ൽ തന്നെ ഉണ്ട്, അതിന്റെ ഒരു കോപ്പി S1ലേക്ക് വരും. ഇപ്പം cout S1 എന്ന് പറഞ്ഞാൽ വെൽക്കം എന്നായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. cout S2 പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാലും വെൽക്കം എന്ന് തന്നെയായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ ആയല്ലോ? strcpy. അടുത്ത strcat എന്ന് വെച്ചാൽ പൂച്ചയൊന്നുമല്ല, കോൺകാറ്റിനേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ ഷോർട്ട് ഫോം ആണ്. കോൺകാറ്റിനേറ്റ് എന്ന് വെച്ചാൽ കൂട്ടിയോജിപ്പിക്കുക, കൂട്ടിച്ചേർക്കുക. ഞാൻ എന്താ പറയുന്നത്? കോൺകാറ്റിനേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ strcat എന്ന് പറയുന്നത് ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു അപ്പെൻഡ് വൺ സ്ട്രിംഗ് ടു അനദർ സ്ട്രിംഗ്. അപ്പെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ കൂട്ടി യോജിപ്പിക്കുക. അതിനാണ് അപ്പെൻഡ് ചെയ്യുക. ഒന്നിന്റെ പിന്നിലേക്ക് മറ്റൊന്നിനെ കൂട്ടി യോജിപ്പിക്കുന്നതിനാണ് പറയുന്നത് അപ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് strcat എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ strcatന്റെ സിന്റാക്സ് ആണ്. സിന്റാക്സ് പഠിക്കണം, പരീക്ഷയ്ക്ക് എഴുതണം. ഈ എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. രണ്ട് അറേ ഡിക്ലെയർ ചെയ്യുന്നു, S1 S2 എന്ന് പറയുന്ന രണ്ട് അറേ ഡിക്ലെയർ ചെയ്യുന്നു. എന്താണ്? S1-നകത്ത് വെൽക്കം എന്ന് സ്റ്റോർ ചെയ്യുന്നു, S2-നകത്ത് 2C++ എന്ന് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ S1ന്റെ വാല്യൂ വെൽക്കം, S2ന്റെ വാല്യൂ 2C++. strcat S1 S2 എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഇതിന്റെ ബാക്കിലേക്ക് വെൽക്കം എന്ന് പറയുന്ന S1ൽ കിടക്കുന്ന വാല്യൂവിന്റെ ബാക്കിലേക്ക് 2C++ കൂടെ ആഡ് ചെയ്യും. അപ്പം ഇനി S1 പ്രിന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? S1 പ്രിന്റ് ചെയ്യുമ്പോൾ വെൽക്കം ടു C++ എന്ന് പ്രിന്റ് ചെയ്യും. S2 പ്രിന്റ് ചെയ്താലോ? S2 പ്രിന്റ് ചെയ്താൽ 2C++ മാത്രമേ പ്രിന്റ് ചെയ്യത്തുള്ളൂ. S2 ആണ് പ്രിന്റ് ചെയ്യുന്നത്, അതിനൊരു മാറ്റം വന്നിട്ടില്ല. S1ന്റെ ബാക്കിലേക്കാണ് S2 ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് S1 പ്രിന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്? വെൽക്കം ടു C++ എന്നായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ?
അടുത്ത STR CMP. CMP എന്ന് വെച്ചാൽ കമ്പാരിസൺ, താരതമ്യം ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് രണ്ട് സ്ട്രിംഗ് വാല്യൂവിനെ താരതമ്യം ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? താരതമ്യം ചെയ്യാന്ന് വെച്ചാൽ ഒരു വാക്കും മറ്റേ വാക്കും ഒരേ വാക്കുകളാണോ, അപ്പോൾ വെൽക്കം മറ്റേതും വെൽക്കം തന്നെയാണോ, ഒരേ അക്ഷരങ്ങളാണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ താരതമ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് STR CMP എന്ന് പറയുന്നത് അല്ലേ. താരതമ്യം ചെയ്യേണ്ട സ്ട്രിങ്ങുകൾ നമ്മൾ ഈ ഫംഗ്ഷന്റെ ബ്രാക്കറ്റിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അത് താരതമ്യം ചെയ്തിട്ട് ഒരു റിസൾട്ട് തിരിച്ചു തരും. ആ റിസൾട്ട് 0 ആണെങ്കിൽ കണ്ടോ, നോക്കിയാൽ 0 ആണെങ്കിൽ എന്താണ്, അത് രണ്ടും സെയിം ആണ്. അപ്പം ഇത് താരതമ്യം ചെയ്തിട്ട് ഈ ഫംഗ്ഷന് റിസൾട്ട് തരും, ഒരു നമ്പർ ആയിരിക്കും തരുന്നത്. ആ തരുന്ന നമ്പർ 0 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, നമ്മൾ ഈ പാസ് ചെയ്ത് കൊടുത്ത ആർഗ്യുമെന്റ് ആയിട്ട് കൊടുത്ത രണ്ട് സ്ട്രിങ്ങും ഒരേപോലത്തെ സ്ട്രിങ് ആണ്. എന്നാൽ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിംഗ് 2. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ എന്താണ്, ആൽഫബറ്റിക്കലി ലോവർ ആണ്. ഇങ്ങനെ ആൽഫബറ്റിക്കലി ലോവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമ്പിൾ പറയാം, നമ്മൾ ഡിക്ഷണറി നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഇംഗ്ലീഷ് ഡിക്ഷണറി ഒക്കെ നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ലെറ്റർ ഒരു പ്രത്യേക രീതിയിൽ എയിൽ തുടങ്ങുന്നു, ബിയിൽ, അത് കഴിഞ്ഞ് എയിലെ മൊത്തം തീർന്നിട്ട് ബിയിൽ തുടങ്ങും. അപ്പം നമുക്ക് എന്താണ് ആൽഫബറ്റിക്കലി ലോവർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് മുന്നിൽ വരുന്ന അക്ഷരങ്ങളെല്ലാം, മുന്നിൽ വരുന്ന വാക്കുകളെല്ലാം ലോവറും പിന്നിലോട്ട് പോകുന്നതനുസരിച്ച് ഹയറും ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ STR ഒരു മൈനസ് വാല്യൂ ആണ് തരുന്നതെങ്കിൽ ഈ ആദ്യം കൊടുത്തിരിക്കുന്ന STR1 എന്ന് പറയുന്നത് STR2വിനേക്കാൾ മുമ്പിലുള്ള സ്ട്രിംഗ് ആണ്. മുമ്പിൽ എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി ഓർഡർ ഒന്ന് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. ഡിക്ഷണറിയുടെ ഓർഡർ വെച്ച് നോക്കുകയാണെങ്കിൽ മുമ്പിൽ വരുന്ന സ്ട്രിംഗ് ആയിരിക്കും. ഇനി പോസിറ്റീവ് വാല്യൂ എന്തെങ്കിലും ആണ് തരുന്നതെങ്കിൽ എന്താണ്, അത് ആൽഫബറ്റിക്കലി ഹയർ ആയിരിക്കും എന്നാണ് മീനിങ്. നേരെ തിരിച്ച് മനസ്സിലാകുന്നുണ്ടോ? ആൽഫബറ്റിക്കലി ഹയർ ദാൻ സ്ട്രിംഗ് 2. സ്ട്രിംഗ് 2വിനേക്കാൾ ആൽഫബറ്റിക്കലി ഹയർ ആയിരിക്കും സ്ട്രിംഗ് 1. പോസിറ്റീവ് ആണ് വരുന്നതെങ്കിൽ അപ്പോൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒന്നെങ്കിൽ 0 ആവും, നെഗറ്റീവ് ആവും, പോസിറ്റീവ് ആവും. ഓക്കെ ആണല്ലോ STR CMP. നോക്കിയേ, ഇവിടെ നോക്കിയേ, ഒരു എക്സാമ്പിൾ നോക്കി. S1-നകത്ത് ദീപ്തി എന്ന് സ്റ്റോർ ചെയ്തിരിക്കുന്നു, S2-നകത്ത് ദിവ്യ എന്ന് സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്, ആ വേരിയബിളിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്യുകയാണ്. അതായത് STR CMPയുടെ റിസൾട്ടിനെ ഞാൻ എന്നിലേക്ക് സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ S1 എന്ന് വെച്ചാൽ ദീപ്തിയും ദിവ്യയുമാണ് ഞാൻ കമ്പയർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന രണ്ട് വാല്യൂസ്. അപ്പോൾ ഒരിക്കലും 0 വരത്തില്ലല്ലോ. ദീപ്തിയും ദിവ്യ ഒരേ വാക്കാണോ? അല്ല, ഒരിക്കലും 0 വരത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ദീപ്തി എന്ന് പറയുന്ന വാക്ക് എന്താണ്, ആൽഫബറ്റിക്കലി ഇതാണ് ഇത് ഡിക്ഷണറിക്കകത്ത് ആദ്യം വരുന്ന വാക്ക് അല്ലെ. ദീപ്തി കഴിഞ്ഞാണ് ദിവ്യ വരുന്നത്. അപ്പോൾ ഇതെന്താണ്, ലോവർ ആയിട്ട് ഇതെന്താണ് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ എന്താണ്, ഇതായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്, ഇതായിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കാൻ പോകുന്നത്. S1 ലെസ് ദാൻ S2 ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കാൻ പോകുന്നത്. ദീപ്തി എങ്ങനെയാണ് ലോവർ ആയെന്ന് മനസ്സിലാക്കണമല്ലോ. അതായത് നിങ്ങൾ ഡിക്ഷണറി വെച്ച് നിങ്ങൾ ആ ഡിക്ഷണറി പോലെ ഒന്ന് അറേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ദീപ്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് വരത്തുള്ളൂ, ദിവ്യ എന്ന് പറയുന്ന വാക്ക് വരത്തുള്ളൂ അല്ലെ. അങ്ങനെ പറയുമ്പോൾ ഇതൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. ഇത് കമ്പയർ ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഏതായിരിക്കും, ലെസ് ദാൻ 0 എന്ന് വെച്ചാൽ നെഗറ്റീവ് വാല്യൂ ആണ് അല്ലെ. 0യേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ 0യേക്കാൾ ചെറുതെന്ന് വെച്ചാൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ ആണല്ലോ. STR CMP-I തൊട്ട് മുമ്പ് പറഞ്ഞ CMPയും ഈ CMP-Iയും രണ്ടും ഉപയോഗിക്കുന്ന കമ്പാരിസന് വേണ്ടിയാണ്. പക്ഷെ CMPക്ക് ഒരു പ്രശ്നമുണ്ട്. CMPയുടെ പ്രശ്നം ഇപ്പം ഇങ്ങനെ ഒരു ABCയും അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ആപ്പിൾ എന്നും APPLE ആപ്പിൾ എന്നും നമ്മൾ കമ്പയർ ചെയ്യാൻ തൊട്ട് മുമ്പത്തെ ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പറയും ഇത് രണ്ടും രണ്ടാണ്, ഇത് തുല്യമല്ല എന്നാണ് CMP പറയുന്നത്. കാര്യം എന്താണ്, ഒരു ആൽഫബറ്റിന്റെ കേസ് മാറി. ഇതിനകത്ത് ക്യാപിറ്റൽ ലെറ്ററും ഇതിനകത്ത് സ്മോൾ ലെറ്റർ ഉപയോഗിച്ചു. അപ്പം CMP ഉപയോഗിച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലെറ്റേഴ്സിന്റെ എന്താ പറയുന്നത്, അപ്പർ കേസും ലോവർ കേസും എല്ലാം ചെക്ക് ചെയ്യും. അതായത് അതിന്റെ കേസുകൾ നോക്കിയിട്ടാണ് CMP കമ്പയർ ചെയ്തത്. ഒരേ വാക്കായ പോരാ, ഒരേ വാക്കാണെങ്കിൽ മാത്രം അത് തുല്യമാണെന്ന് പറയത്തില്ല. തുല്യമാകണമെങ്കിൽ അതിന്റെ കേസും കൂടെ ഒരേപോലെ വരണം. അതായത് ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആണ്, രണ്ടിനകത്തെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. എന്നാൽ CMP-I അങ്ങനെയല്ല ചെക്ക് ചെയ്യുന്നത്. CMP-I ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, വാക്കുകൾ സെയിം ആണോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ. അതിന്റെ ക്യാപിറ്റൽ കേസ് ലോവർ കേസ് ചെക്ക് ചെയ്യത്തില്ല. വാക്കുകൾ രണ്ട് സെയിം ആണ്. വെൽക്കം ആണെങ്കിൽ മറ്റൊരു വെൽക്കം ആണോ എന്ന് നോക്കത്തുള്ളൂ. ക്യാപിറ്റൽ ആണോ സ്മോൾ ആണോ എഴുതിയിരിക്കുന്ന കാര്യം ഏത് നോക്കത്തില്ല, CMP-I നോക്കത്തില്ല. ഇപ്പൊ നോക്കിയേ, ഇത് കണ്ടോ, സനിൽ എന്ന് എഴുതിയിരിക്കുന്നു. സനിൽ എന്ന് ക്യാപിറ്റൽ സ്മോൾ എഴുതി. CMP ആയിരുന്നെങ്കിൽ ഇത് ഒരിക്കലും 0 റിട്ടേൺ ചെയ്തില്ല. ഇത് രണ്ടും രണ്ടായിട്ടായിരിക്കും കാണുന്നത്. പക്ഷെ ഇവിടെ ഇത് CMP അല്ല, CMP-I ഉപയോഗിച്ച് കമ്പയർ ചെയ്തേക്കുന്നുണ്ട്. ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 0 ആയിരിക്കും. സ്ട്രിംഗ് ആർ സെയിം എന്നുള്ള ഔട്ട്പുട്ട് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? STR CMPയും CMP-I. അത്രയായിരുന്നു സ്ട്രിംഗ് ഫംഗ്ഷൻസ്.
ഇനി നമുക്ക് അടുത്ത മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് നോക്കാം. വളരെ സിമ്പിൾ ആണ്. അപ്പം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എപ്പോഴും എക്സാമ്പിൾ തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. ഇനി മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് നമുക്ക് നോക്കാം. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഈ ABSഉം SQRTയും പവറും എന്ന് പറയുന്നതാണ്. ഇതിന്റെ ഹെഡർ ഫയലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് C math ആണ് കേട്ടോ. ഇത് ഓർത്ത് വെച്ചേക്കണം. മാത്തമാറ്റിക്കൽ ഫംഗ്ഷന്റെ ഹെഡർ ഫയലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് C math എന്ന് പറയുന്ന ഹെഡർ ഫയലാണ്. അപ്പം ABS എന്താണ്, SQRT എന്താണ്, പവർ എന്താണെന്ന് നോക്കാം. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആണ്. ABS എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയും. ABS എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം A is equal to -4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എയുടെയും അപ്പുറവും ഇപ്പുറവും 2 സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് 4 ആയിട്ട് മാറും. എങ്ങനെയാണ്? ഇതിന്റെ ചിഹ്നത്തെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് മാത്സിനകത്ത് ഈ 2 വരയിടുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ചിഹ്നത്തെ കൺസിഡർ ചെയ്യാതിരിക്കാൻ വേണ്ടി, മൈനസ് ആണെങ്കിൽ മൈനസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേഷൻ ആബ്സല്യൂട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതേ പരിപാടി ചെയ്യാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുന്നതാണ് ഇവിടെ ABS എന്ന് പറയുന്നത്. അപ്പൊ ഈ സിന്റാക്സ് നോക്കിയേ, ABSന്റെ സിന്റാക്സ് നോക്കിയേ അല്ലെ? ബ്രാക്കറ്റിനകത്തേക്ക് നമ്മൾ ഏതാണോ ചിഹ്നം കളയേണ്ട വാല്യൂ അത് ബ്രാക്കറ്റിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് എന്താണ്, ചിഹ്നം കളഞ്ഞ വാല്യൂ എന്താണ് തിരിച്ചു തരുന്നു. അതാണ് കേട്ടോ. അപ്പം ഇവിടെ നോക്കിയേ, ABSന്റെ ബ്രാക്കറ്റിലേക്ക് പാസ് ചെയ്യുന്ന n ആണ്. n എന്ന് വെച്ചാൽ -5 ആണ്. അതിന്റെ കളഞ്ഞുള്ള വാല്യൂ ആയിരിക്കും CO ആയിട്ട് കാണിക്കുന്നത്. റിസൾട്ട് എന്ന് പറയുന്നത് 25 ആയിരിക്കും. മനസ്സിലാണല്ലോ ABSന്റെ റിസൾട്ട്. ഇവിടെ നോക്കി, ഇവിടെ പ്രത്യേകിച്ച് ഞാൻ ഒരു സ്റ്റോർ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഇവിടെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കി ഇന്റ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ വേരിയബിളിലേക്ക് ഒന്നും പ്രത്യേകം സ്റ്റോർ ചെയ്യുന്നില്ല. പക്ഷേ CO ഡയറക്റ്റ് ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്യുന്നത്. റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? മൈനസ് ഇല്ലാത്ത 25 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത SQRT എന്ന് പറയുന്ന അടുത്ത ഫംഗ്ഷൻ. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പേരിൽ നിന്ന് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം അല്ലെ? സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ അറിയാലോ അല്ലെ? ഇപ്പൊ 9 നമുക്ക് ഇങ്ങനെയല്ലേ സ്ക്വയർ റൂട്ട് മാക്സ് കണ്ടുപിടിക്കുന്നത്. എന്താണ് ഇതിന്റെ ഉത്തരം? 3. ഇത് തന്നെ സംഭവം. ഏതെങ്കിലും ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി? SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. എക്സാമ്പിൾ നോക്കിയേ കണ്ടോ? ഇന്റ് n25 എന്നുള്ളതാണ് എന്നിന്റെ വാല്യൂ. എന്നിട്ട് എന്താണ്, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ബ്രാക്കറ്റിലേക്ക് എന്താണ് ആ എന്നിനെ കൊടുക്കുന്നു. അതായത് 25നെ പാസ് ചെയ്ത് SQRTയിലേക്ക് കൊടുക്കുന്നു. ബിയിലേക്ക് എന്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? 25ന്റെ സ്ക്വയർ റൂട്ട് എത്ര മക്കളെ? 25ന്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. അപ്പൊ ബിയിലേക്ക് സ്റ്റോർ ആവുന്നത് എന്തായിരിക്കും? 5 ആയിരിക്കും. അപ്പൊ CO to B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട്? 5 ആയിരിക്കും റിസൾട്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത POW പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈസ് ടു ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ഈസ് യൂസ് ടു ഫൈൻഡ് ദ പവർ ഓഫ് എ നമ്പർ. ഒരു നമ്പറിന്റെ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് POW എന്ന് വെച്ചാൽ. പവർ എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇപ്പൊ നമ്മുടെ 4 power 2 ഇങ്ങനെയൊക്കെ എഴുതത്തില്ല. ഇതിനാണ് പവർ. 2 raised to 2 ഇതിനെയൊക്കെയാണ് പവർ കണ്ടുപിടിക്കുക. മനസ്സിലാകുന്നല്ലോ. 3 raised to 2 2 മാത്രമല്ല 4 raised to 4 ഇങ്ങനെയൊക്കെ എഴുതുന്നതിനാണ് പവർ കണ്ടുപിടിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ആദ്യം എഴുതുന്നതായിരിക്കും. ഇതെന്ന് വെച്ചാൽ എന്താണ് ഇത് നോക്കിയേ. ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന 2 വാല്യൂ ആണ്. കാര്യം ഒരു പവർ കണ്ടുപിടിക്കുന്ന 2 വാല്യൂ ഉണ്ട്. താഴെ എഴുതുന്ന സംഖ്യയും മുകളിൽ നമ്മൾ ചെറുതായിട്ട് എഴുതുന്ന സംഖ്യയും. അതാണ് ആദ്യം എഴുതുന്നതെന്ന് വെച്ചാൽ താഴെ എഴുതി കൊടുക്കുന്ന വലിയ സംഖ്യയും, രണ്ടാമത് എഴുതുന്ന വെച്ചാൽ മുകളിൽ എഴുതേണ്ട ചെറിയ സംഖ്യയുമാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ Z ഈക്വൽ ഇവിടെ 5 ഉണ്ട് 4 ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 5 ഉണ്ട് 4 ഉണ്ട്. അപ്പൊ എന്താണ്? അപ്പൊ ഇതിനെ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. x5 അതേപോലെ തന്നെ y4. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കാൻ പോകുന്നത് 5 raised to 4 എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഓക്കെ, 5 raised to 4 എത്രയാണ്? 5 raised to 4 എന്ന് വെച്ചാൽ 625 എന്ന് പറയുന്നത് അല്ലെ? 625 ആണ് 5 raised to 4 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. 5 raised to 4 എന്ന് പറയുന്നത് എത്രയാണ്? 625 ആണ്. ഓക്കെ, അതാണ് പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഫംഗ്ഷൻ. അപ്പം ഇത്രയായിരുന്നു എന്തെന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ? മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? SQRT ഉണ്ടായിരുന്നു, ABS ഉണ്ടായിരുന്നു, SQRT ഉണ്ടായിരുന്നു, POW ഉണ്ടായിരുന്നു. ഇത്രയായിരുന്നു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സ്ട്രിംഗ് ഫംഗ്ഷൻസും അതേപോലെ മാത്ത് ഫംഗ്ഷൻസും ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കാറ്റഗറി വരുന്നതാണ്. ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതിനകത്ത് 2 കാറ്റഗറി ഉണ്ട്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിൽറ്റ് ഇൻ ഫംഗ്ഷനകത്ത് ഇനി ഒരു ക്ലാസ് കൂടെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ പറയേണ്ടതായിട്ടുണ്ട്. അത് കഴിയുമ്പോഴായിരിക്കും ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞാൽ നമ്മൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നത് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഉടനെ തന്നെ കാണാം. വീണ്ടും കാണുന്നവരെ ബൈ.